ഈ സിനിമ കണ്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് പറയുന്നുണ്ട് കൂടുതലും മോഹൻലാലിൻ്റെ മാസ് അല്ലെങ്കിൽ പുള്ളിയുടെ ഇമേജ് സ്റ്റാർ വാല്യൂ യൂസ് ചെയ്തിട്ടുള്ള സിനിമകളാണ് കൂടുതൽ വരുന്നത്. ഇത് തികച്ചും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലാലെന്ന ആക്ടറെ ഒരു പ്രത്യേക സിറ്റുവേഷനിലിട്ടിട്ട് അദ്ദേഹം അതിൽ നിന്ന് എങ്ങനെയാണ് പെർഫോമൻസ് പുറത്തെടുക്കുന്നതെന്ന് കാണിച്ച ഗംഭീരമായ പെർഫോമൻസാണ്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ. അതായത് ലാലേട്ടൻ ആരാധകരെയും മലയാള സിനിമ ആരാധകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വന്നിരിക്കുന്നത്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ വന്നിരിക്കുന്നത്. അതുപോലെ ജേക്സ് ബിജോയുടെ BGM ഒരു സിനിമ അത് ഇമോഷണൽ സ്ഥലത്ത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ മാസ് സ്ഥലത്ത് അതിനെ എലിവേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുള്ള അതിഗംഭീരമായ സൗണ്ട് ഡിസൈനാണ് ഈ സിനിമയുടെ വന്നിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഇതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു സിനിമയിൽ ഉണ്ടാക്കാൻ. എല്ലാത്തരം പ്രേക്ഷകരെയും ഇത് ഒരുപക്ഷെ ഒരു പുതിയ കഥ, വ്യത്യസ്തമായി ഇതുവരെ കാണാത്ത കഥ പ്രതീക്ഷിക്കുന്നവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും. പക്ഷേ ഈ മോഹൻലാൽ എന്ന ആക്ടറുടെ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഒരുക്കി എന്ന രീതിയിൽ ഈ സിനിമ കണ്ടിട്ട് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. ഒരു മലയാള സിനിമ ഫാൻ, ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിട്ടാണ് തുടരും വന്നിരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷം ലാലേട്ടൻ ആസ് എൻ ആക്ടർ, ഇത്ര നാൾ നമ്മൾ ലാലേട്ടൻ ആസ് എ സ്റ്റാർ മിക്ക സിനിമ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ലാലേട്ടൻ ആസ് എൻ ആക്ടർ, ലാലേട്ടൻ ആസ് എ കോമൺ മാൻ, ആസ് എ മാസ് ഹീറോ, ആസ് എ സ്റ്റാർ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാനുള്ള സംഭവം ഇതിനകത്തുണ്ട്. കരുമൂർത്തി ചെയ്തു വെച്ചിരിക്കുന്നത് ആക്ടർ, കാരണം എല്ലാ രീതിയിലും ലാലേട്ടൻ നല്ലതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ ശോഭന കോമ്പിനേഷൻ സീൻസ് നല്ല രസമുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ നമ്മൾ പടത്തിൻ്റെ ഒരു റേഞ്ചേ മാറും. സോ കരുമൂർത്തി സത്യം പറഞ്ഞാൽ ചെറിയ പടം എന്ന് പറഞ്ഞ് അവസാനം ഒരു 1.5 പടമാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയും. ലാലേട്ടൻ ഫാൻസിനെ മാത്രമല്ല, ആസ് എ ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു നോർമൽ ഓഡിയൻസ് എല്ലാ രീതിയിലും പടം കൊളുത്തിയിട്ടുണ്ട്. ഇതൊരു 1.5 തൂക്കാണ്. ആൻഡ് ലാലേട്ടൻ്റെ പഴയ ഒരു ചാം, എന്താ പറയുക, ഒരു എക്സ്പ്രഷൻ വൈസ്, തമാശ, ഇമോഷൻസ്, ആങ്കർ എല്ലാം നമുക്കത് ക്ലോസ് ഷോട്ടിൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടി. ആ ട്രെയിലറിൽ സതയം പോലെ സീൻ പറഞ്ഞാൽ അതൊക്കെ അടിപൊളിയാണ്. സോ കുറേ ആൾക്ക് ശേഷം നമുക്ക് പുറത്തിറങ്ങാൻ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ, മോനെ പടം പൊളിച്ചു, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. ആസ് എ ലാലേട്ടൻ സ്ലീപ്പർ ഫാൻ, ആസ് എ ലാലേട്ടൻ ഫാൻ ഹാപ്പി. പടം അടിപൊളിയാണ്. സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. അധികമായി ടിക്കറ്റ് ടിക്കറ്റ് വഴിയില്ലാവില്ല. മറ്റൊരു ഇൻഡസ്ട്രി ആവട്ടെ.